കനത്ത മഴയെ തുടർന്ന് അസോമിലെ 6 ജില്ലകളിൽ പ്രളയം. പലയിടങ്ങളിലും നദികൾ കരകവിഞ്ഞ് ഒഴുകി. ജനവാസ മേഖലകളിൽ കനത്ത നാശനഷ്ടമാണ് റിപ്പോർട്ട് ചെയ്തത്. ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നു. ദുരന്ത നിവാരണ സേനയുടെ നേതൃത്വത്തിൽ രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണ്. നന്ദഗോപൻ വിശദാംശങ്ങൾ നൽകും. നന്ദൻ, എത്രത്തോളം ശക്തമായ പ്രളയവും എത്രത്തോളം വലിയ മഴയുമാണ് അസാമിൽ തുടരുന്നത്? രക്ഷാപ്രവർത്തനം എങ്ങനെയാണ് പുരോഗമിക്കുന്നത്? ഗൗതം, കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി അസമിൽ കാലവർഷം അതിശക്തമായി പെയ്തിറങ്ങുകയാണ്. ഇതേ തുടർന്ന് അസം ആകെ ദുരിതത്തിലായി എന്ന് വേണം വ്യക്തമാക്കാൻ. പക്ഷേ 6 ജില്ലകളിലാണ് ഈ ദുരന്ത വ്യാപ്തി കൂടുതലായി ഉണ്ടായിട്ടിരിക്കുന്നത്. ഏതാണ്ട് 22,000 ആൾക്കാരെ ഇതിനോടകം തന്നെ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് മാറ്റി. പ്രദേശത്ത് ദേശീയ ദുരന്ത നിവാരണ സേനയുടെ സാന്നിധ്യമുണ്ട്. രക്ഷാപ്രവർത്തനം ഊർജിതമായി നടക്കുന്നു. ബ്രഹ്മപുത്രയും അതിൻ്റെ കൈവഴികളും ഇതിനോടകം തന്നെ അപകടകരമാവുന്ന നിലയിലേക്ക് എത്തി അതായത് കരകവിഞ്ഞൊഴുകുന്ന സാഹചര്യമാണ് നിലനിൽക്കുന്നത്. കൃഷിയിടങ്ങളിലും താമസ സ്ഥലങ്ങളിലും ഒക്കെ തന്നെ വെള്ളം കയറിയ അവസ്ഥയാണ്. കന്നുകാലികളെ അടക്കം ദുരിതാശ്വാസ ക്യാമ്പുകളുടെ പുറത്തേക്ക് മാറ്റേണ്ട ഒരു സ്ഥിതിയാണ് ഉണ്ടായിരിക്കുന്നത്. മാത്രമല്ല, എല്ലാ വർഷവും സമാനമായ രീതിയിൽ ഇത്തരത്തിൽ ബ്രഹ്മപുത്ര നദി കരകവിഞ്ഞൊഴുകി അസമിൽ വലിയ പ്രളയവും ദുരിതവും ഉണ്ടാകുന്നതാണ്. എന്നാൽ അതിന് ഏറെക്കുറെ പരിഹാരം കാണുവാൻ വേണ്ടി BJP സർക്കാരിന്, ഹിമന്ത ബിശ്വ ശർമ്മയുടെ സർക്കാരിന് സാധിച്ചു എന്നുള്ളതാണ്. കൂടുതൽ തോടുകളും അതേപോലെ തന്നെ വെള്ളമൊഴുകി പോകുന്ന സ്ഥലങ്ങളൊക്കെ കൂടുതൽ വൃത്തിയാക്കിക്കൊണ്ട് കൂടുതൽ വെള്ളപ്പൊക്കം ഉണ്ടാകാത്ത രീതിയിലുള്ള ക്രമീകരണങ്ങൾ പരമാവധി ചെയ്തിട്ടുണ്ട്. എന്നിരുന്നാൽ തന്നെയും ഇത്തരത്തിൽ കാലവർഷം കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി ശക്തി പ്രാപിച്ചതോടെ അസമിലെ 6 ജില്ല പൂർണ്ണമായും ഏതാണ്ട് ഒറ്റപ്പെട്ട അവസ്ഥയിലേക്കും വലിയ ദുരിതം, അതായത് ജനങ്ങളുടെ നിത്യജീവിതത്തെ തന്നെ ബാധിക്കുന്ന രീതിയിലേക്ക് ഈ പ്രളയം എത്തിയ ഒരു സ്ഥിതിയാണ് ഉണ്ടായിരിക്കുന്നത്. വരും ദിവസങ്ങളിലും അതിശക്തമായ മഴയാണ് അസമിൽ പ്രവചിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ദേശീയ ദുരന്ത നിവാരണ സേനയുടെ കൂടുതൽ കമ്പനികളെ അസമിലേക്ക് കേന്ദ്ര സർക്കാർ വിന്യസിച്ചിരിക്കുകയാണ്. ഗൗതം. ഓക്കെ, അസാമിൽ അതിശക്തമായ പ്രളയമാണ്. ദുരിതാശ്വാസ ക്യാമ്പുകൾ ആരംഭിക്കേണ്ട സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു. എല്ലാ വർഷവും അവിടെ കാലവർഷം ശക്തമാകുന്ന ഘട്ടത്തിൽ ഇത്തരം പ്രളയവും ദുരന്തവും സംഭവിക്കുന്നുണ്ട്. ഇത്തവണയും അതിൽ മാറ്റമുണ്ടാകുന്നില്ല എന്നതാണ്. നന്ദനാണ് വിശദാംശങ്ങൾ നൽകിയത്.